ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് വീശപ്പമാണ്. വീശപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ടാണ്. ഇത് സാധാ അല്ലാത്ത ഇഡ്ഡലി പാത്രത്തിൻ്റെ ആ തട്ടല്ല, ഇത് ഇഡ്ഡലി പാത്രത്തിൽ വെക്കുന്ന വലിയ തട്ട്. അപ്പം ഇതിൽ നമുക്ക് ചുറ്റിനും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പം ഞാൻ ഈ മാവ് ഞവടി വെച്ചിട്ടുണ്ട്, ഉപ്പും വെട്ടി തിളച്ച വെള്ളം. എൻ്റെ കൈയൊക്കെ വെന്ത് പോയി. അങ്ങനെ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ഈ മാവ് ഇതിലോട്ട് നിറച്ചു കൊടുക്കാം. ഇത് കുറേച്ച ശരിയായാൽ മതിയായിരുന്നു, പക്ഷെ ഇത് ഒട്ടണ പച്ചരി കേട്ടാണ്ട മാവ്. ഇടിയപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളു. ഈ വീശപ്പം ഉണ്ടാക്കണ ഇതിലിങ്ങനെയല്ല, അല്ലാതെ വേറെ എന്തോ ഇതുണ്ട്. അവരിങ്ങനെ ഈ ചട്ടിയിൽ വെച്ചിട്ട് ഇങ്ങനെ എന്തോ ആണ്. തന്നെ ഒരു കൈ വയ്യാത്തത് കൊണ്ടേ ബലം പിടിക്കാൻ പറ്റത്തില്ല എനിക്ക്. എങ്കിലും നമ്മൾ ശ്രമിക്കണമല്ലോ. കൈ മുക്കി കൊടുക്കണം, അല്ലെങ്കിൽ കേട്ടോ ഇതിൻ്റെ മാവിൻ്റെ ഒട്ടലുണ്ട്. ഇനി നമുക്കിതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതാ ഇതിൻ്റെ ചുറ്റിന് തേങ്ങ കുറച്ചിട്ടാൽ മതി. തേങ്ങ 75 രൂപ 1 കിലോ തേങ്ങ വില തെറിക്കും. ഇന്നലെയാണോ? ഇന്നലെ മേടിച്ച് 5 കിലോ തേങ്ങ മേടിച്ച് 75 രൂപ ഇട്ടാണ് മേടിച്ചത്. നമ്മളൊരു ശകലം പോലും കളയാൻ പാടില്ല, അത്ര വിലയായി. ഇപ്പം റബ്ബറിന് വില കുറവാണെന്നല്ലേ. ഇവിടെ നിൽക്കണ തെങ്ങുകളൊന്നും തേങ്ങ വരണമില്ല. തെങ്ങ് അത് ആളുകളെ തെങ്ങി നമ്മൾ എടുക്കും. താഴെ വീഴണമെന്നില്ലല്ലോ. താഴെ വീഴണമെങ്കിൽ ഓണർക്ക് എടുത്ത് കൊടുക്കും. അയാൾ വരൂല, കരിക്ക് വരെ വെട്ടിക്കൊണ്ട് പോയിട്ട്. അതാണ് ഇവിടുത്തെ ഓണർ. അപ്പം ഈ കൈ എന്നിട്ട് മുക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇതാക്കി നോക്കാം ഇത് എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. നീ തുടങ്ങണം. ഈ ഇടത്തെ കൈക്ക് എനിക്ക് വയ്യാത്തത് കൊണ്ട് അങ്ങനെ ബലം പിടിച്ച് പെട്ടെന്ന് വരൂല. രണ്ട് ചുറ്റ് വെക്കാം. അപ്പോഴ് ഒരുപാട് കട്ടിയില്ല. 2 ചുറ്റ് വെക്കാം. ഇനി ഇതിന്റെ മുകളിൽ വെച്ചിട്ട് തേങ്ങ വെച്ച് കൊടുക്കട്ടെ. ശരിയാണോ? നിന്നെ കാണില്ലേ? ശരിയാണോ? ഇത് കഴിക്കാനുള്ള നമ്മളാണ്. ശരിയാവുമായിരിക്കും. ആദ്യം ഉണ്ടാക്കുന്നത് കൊണ്ട് എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. അതെ, നമുക്കിങ്ങനെ ഇനി നമുക്ക് തീ ഇട്ട് കൊടുക്കാം. ഞാൻ തീ ഇട്ടതാണ്, വെള്ളം തിളച്ച് ചട്ടി വെച്ചപ്പോൾ വെള്ളം വെട്ടി തിളക്കണോണ്ട് ഞാൻ അത് ഓഫാക്കിയായിരുന്നു. അപ്പം ചട്ടി ഇപ്പുറത്തോട്ട് മാറ്റി ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. നമ്മൾ ഈ കല്യാണ സ്ഥലത്തൊക്കെ ഉണ്ടാക്കുന്ന വീശപ്പം ഉണ്ടല്ലോ, നമ്മൾ കഴിച്ചിട്ടില്ലേ? അതെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയെന്തോ ഇനി വലിയ തട്ടുണ്ടായിരിക്കും. അത് ഇനി ഈ ദോശക്കല്ലിൽ കുറച്ച് ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പം അതവിടെ ഇരുന്ന് വേവട്ടെ. ഇത് ഒരുപാട് സമയം എടുക്കും. ഇത് വേവാനായിട്ട് കുറച്ച് നേരം എടുക്കും. ഇച്ചിരി വേവട്ട്, പതുക്കെ വേവട്ട്. ഇപ്പം ഇത് ആണ്ടെ ഈ ഒരു ഇതിൽ ആക്കിയത് 2 എണ്ണം ആക്കാനുണ്ട്. ഇതൊക്കെ അമ്മ എടുത്തോണ്ടായിരുന്നല്ലേ? ഇത് ഞാൻ ലാസ്റ്റ് പോയപ്പോഴേ. നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഇടിയപ്പം ഉണ്ടാക്കിയില്ലല്ലോ. ഇല്ല, ഇത് മാത്രം കിട്ടി. ഇതിന്റെ ചില്ലെല്ലാം ഞാൻ വാരി അവിടെ മണ്ടയിലിട്ടിരുന്നു. അതെല്ലാം അവിടെ കിടപ്പുണ്ട്. അതുണ്ടെങ്കിൽ നമുക്ക് മുറുക്ക് ഇതെല്ലാം ഉണ്ടാക്കാമായിരുന്നു. പക്ഷെ ചില്ല് വായിക്കാൻ കിട്ടുമായിരിക്കും ഇതിന് പ്രത്യേകം സെപ്പറേറ്റ് ആയിട്ട്. ചില്ല് മാത്രമേ. അല്ലാതെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ വന്നതിന് ശേഷം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. മറ്റൊന്നും തന്നെ അവിടെ. അപ്പൊ ഇടിയപ്പം നിന്നിട്ട് സത്യം പറഞ്ഞ 2 വർഷമായി. 2 വർഷമാവും. അവിടെ ആയിരിക്കുമ്പോഴേ കൂടെ ഉരട്ടി ഉണ്ടാക്കൂലേ, ആളിന് കൊടുത്തു വിടാനായിട്ട്. ഒരു 2-3 പക്ക അരിക്ക് ഉരട്ടി ഉണ്ടാക്കി
ചമ്മന്തി, 4 കിലോ ഇറച്ചിയാണ്. അത് ഞാൻ അവിടെ ഇറച്ചിക്കടയിൽ പറയും, ഇതുപോലെ നല്ല കൊടുത്തു വിടാനാണ് ഇറച്ചി അതിൻ്റെതായ രീതിക്ക് വെട്ടണമെന്ന് പറയും. അങ്ങനെ വെട്ടി പീസാക്കി തന്ന് എന്ത് കഷ്ടത. പിന്നെ ചമ്മന്തി, ഇടിച്ചമ്മന്തി, പിന്നെ വേറൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, എന്തോ അച്ചാറ്, ചൂര അച്ചാറോ, എല്ലാം കൊടുത്തു വിടും. മാങ്ങ അച്ചാറ്, നാരങ്ങ അച്ചാറ്, ചൂര, എല്ലാ അച്ചാറുകള് അതിന് ഇച്ചിരി തരാം. അതില് കൊതി പിടിക്കാനായിട്ട് നിങ്ങൾ കൊടുക്കാന്ന്. അതാണ് ഇപ്പൊ ഭർത്താവ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. എല്ലാം തിന്നിട്ടാണ് ഇങ്ങനെയൊക്കെ കണ്ണിൽ കാണിച്ചു തരുന്നത്. അപ്പൊ ചിന്തിക്കുമായിരിക്കും ഒരു നേരമെങ്കിലും ഒക്കെ ആ തിന്നതൊക്കെ ചിന്തിക്കും. തൂക്കാൻ ആളില്ല. തൂക്കാനും തുണി കഴുകാനും ആളില്ലാത്തത് കൊണ്ട് അവിടെ ഇട്ടിരുന്നു വേലക്കാര്. വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. വല്ലാത്തൊരു അനുഭവം. എന്റെ കഴുത്ത് വരെ പിടിച്ചോടിച്ചു. കഴുത്തൊക്കെ എനിക്ക് ഇപ്പോഴും ഭയങ്കര പ്രശ്നം. ഇതെല്ലാം ഡിവോഴ്സ് ആയില്ലേ? മര്യാദക്ക് ജോലി ചെയ്യണം, വീട്ടിലൊക്കെ തൂക്കണം, തുടയ്ക്കണം. പിന്നെ അണ്ടർവെയറൊക്കെ കഴുകി കൊടുക്കണം. എന്നാലേ ഒരു ഉത്തമ ഭാര്യ ആകത്തുള്ളൂ. ആളിന്റെ തുണികൾ അല്ലെങ്കിൽ 2 ഐഡിയ ഒക്കെ കിട്ടും. കഴുത്തിന് ഇച്ചിരി കുത്തിപ്പിടിയൊക്കെ കിട്ടും. റൗണ്ട് അടിച്ച് പോയിട്ട് വരും. നല്ല രക്ഷപ്പെട്ടില്ല. നാക്കും തിരിയൂല, എല്ലാം മാറിയിട്ട് ഉടച്ചിയോ. എന്തോ ഒരു വല്ലാത്ത അനുഭവം. ഇപ്പൊ എന്താ ഒരു കണക്കിന് ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ സഹിച്ച് കിടക്കല്ല അവിടെ. ഇപ്പൊ ഞാനൊരു കാര്യം ചെയ്യട്ടാ, സിംഗിൾ ലൈഫ് എങ്ങനെയുണ്ട്? ഇപ്പോഴാണ് ശരിക്കും ഇങ്ങനെയുള്ള ഇല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ ജീവിക്കണേല് നമുക്ക് സന്തോഷവും. പക്ഷെ ഇങ്ങനെ ആയിക്കഴിഞ്ഞ അങ്ങനെ ഒരാളുടെ കൂടെ ആയിരുന്നിട്ട് പിന്നീട് മാറിയപ്പോ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് എനിക്ക് സന്തോഷമാണ്. അതിനുശേഷം കണ്ടില്ലേ ഞാൻ ഇരിക്കണം. മറ്റത് ഞാൻ എങ്ങനെയാണ് ഇരുന്നത്, എന്റെ ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. കരഞ്ഞ് ജീവിതം തീർത്തു. ജീവിതം ഫുള്ള് സത്യം പറഞ്ഞ 26 വർഷം കരഞ്ഞു തീർത്തു. ചിന്തിക്കാൻ പറ്റാ. ഇപ്പൊ ഞാൻ മനസ്സിൽ നിന്ന് വിട്ട്. വീഡിയോ എടുക്കാൻ സമ്മതിക്കൂല ഗൈസ്. കുറച്ച് എടുത്ത് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ കൊണ്ടുപോകാന്ന് പറയും. ഉറക്കത്തിൽ നിന്ന് എന്നെ വിളിച്ചെണീപ്പിച്ചിട്ട് വീഡിയോ എടുക്കണം പോലും. കോളേജ് ഇല്ലാത്ത ദിവസമാണ് ഇച്ചിരി ഉറങ്ങാൻ പറ്റുന്നത്, സമ്മതിക്കൂല. മര്യാദക്ക് എന്റെ വീഡിയോ എടുത്തിട്ട് പോയത് എക്സാമാണ്. പക്ഷെ എന്റെ വീഡിയോ കറക്റ്റ് എടുത്തിരിക്കണം. ഞാനൊരു മടിച്ചിയാണ് ഗൈസ്. എനിക്കും ഒരു ചാനലുണ്ട്. നഷ്ടങ്ങളൊക്കെ പഠിച്ച് നികത്തിയടിക്കി. നഷ്ടങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഞാൻ അതാണ് എപ്പോഴും പറയണത്. ഇങ്ങനെ ആര് തളരരുത്, ജീവിക്കണം. ജീവിച്ച് ഈ മാവ് തിന്നാൻ പറ്റുമോ? മാവ് അത് തേങ്ങ ഇട്ട് ഇളക്കണമല്ല. നീ വിചാരിച്ച് ഉറട്ടിക്കുള്ള കളയെടുത്ത് ഉറട്ടിക്കാണെങ്കിൽ നമ്മൾ കിണ്ടുമ്പോൾ വാരിയൊക്കെ തിന്നും. കഷ്ടമ്മ കിണ്ടുമ്പോൾ വാരി തിന്നും. ഇപ്പം ഉമ്മാക്ക് ഓർമ്മയൊന്നുമില്ല. ഉമ്മാക്ക് ഓർമ്മയൊന്നുമില്ല. മറ്റേത് 5 ഒക്കെ അരിക്കൊക്കെ ഉമ്മ ഉറട്ടി ഉണ്ടാക്കും. ഉമ്മാക്ക് ഇപ്പോൾ ഓർമ്മയില്ല. വാപ്പ ഇതുപോലെ ഷുഗറൊക്കെ വന്ന് കാല് മുറിച്ച് ഇപ്പോൾ വർഷങ്ങളായി മരിച്ച്. വാപ്പ കാല് മുറിച്ച് 3ൻ്റെ അന്ന് മരിച്ച്. വാപ്പായും ഇല്ല, ഉമ്മായും ഓർമ്മയില്ലാതെയൊക്കെ ആയി. പിന്നെ സഹോദരങ്ങളെല്ലാം അവരോരോ കുടുംബമായിട്ട് കഴിയണം. അപ്പോൾ ആളിനൊരിതുണ്ടായിരുന്നു, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് മക്കൾക്കും ആരും ഇല്ല. ഇതായിരുന്നു പറച്ചില്ല. അങ്ങനെ വിചാരിക്കില്ല. നാട് പരന്നല്ലേ കിടക്കണം. ഇനി ഇതിങ്ങനെ അങ്ങ് തട്ടിയിടട്ടാ. തട്ടിയിട്ട് നോക്കാം എന്താവും. സ്പോഞ്ചായ വേണ്ട. ഇനി നമുക്ക് എല്ലാം കഴിച്ചു നോക്ക്. നമുക്ക് ഇനി എല്ലാം ഇതുപോലെ ആക്കാം. പക്ഷെ എണ്ണ വരട്ടണം കേട്ടോ. ഈ തട്ടിലോട്ട് എണ്ണ ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുക്കണം. അതാ പക്ഷേ ഇടാവും. എങ്ങനെയുണ്ട്? ഉപ്പൊക്കെ ഉണ്ടാ? ബീഫ് കൊണ്ട് ചിക്കൻ പൊരിച്ചത് നിനക്ക് ഇരിപ്പുണ്ട്. വേണ്ടേ? എങ്കിൻ്റെ ലിയോക്ക് കൊടുക്കാം. ഫോൺ കഴിച്ചു. ലിയോ അതിനകത്ത് കൂട്ടിൽ കിടക്കുകയാണ്. ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞു. ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ലിയോക്ക്. ഇത് കൊള്ളാം കേട്ടോ. അവനെ പാവം കുഞ്ഞുനാളിൽ കണ്ണ് തുറന്ന് അവൻ വണ്ടിയുടെ ഇടയിൽ നിന്ന് കിട്ടിയതാണ്. ഒരു ആശുപത്രി ഹോസ്പിറ്റലിൽ പോയ വഴിക്ക് പാവം
അവനെ കൊണ്ടുവന്ന് വലുതാക്കിയിട്ട് വിടാൻ നോക്കിയിട്ട് അവൻ ഒരു വിധത്തിൽ പോവേയില്ല. എവളടുത്തൊന്നും ഞാൻ എവളെന്ന് വെച്ചാൽ ജീവനാണ് അവൻ്റെ. പിന്നെ എനിക്ക് ഒട്ട് കളയാനല്ല വേറെ ഉണ്ടാക്കാനും തോന്നിയില്ല. അങ്ങനെ അവനെ വളർത്തിയതാ വലുതാക്കി. അവനെ കാരണമാണ് ഇപ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന് കിടക്കണം. അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിലാണ് പോയി കിടക്കുകയുള്ളായിരുന്നു. പക്ഷെ അവരെയൊന്നും അവിടെ കയറ്റൂലല്ലോ. ഒരു പൂച്ചയുണ്ട്, ഒരു പട്ടിയുണ്ട്. അവൻ ഷോർട്സിലൊക്കെ ഉണ്ട്, രണ്ടുപേരും ഉണ്ട്, ഷോർട്സിലൊക്കെ ഉണ്ട്, വീഡിയോയിലും ഉണ്ടെന്ന് തോന്നണല്ലേ അതൊക്കെ. പിന്നെ കാടും എൻ്റെ ജീവിതം എന്നും പറഞ്ഞാൽ അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോയിൽ കയറി കാണും, കണ്ട് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഇനി അടുത്തത് വേവട്ടെ. കൈ തെറ്റണം കേട്ടോ എണ്ണേര. ഇപ്പം ഞാൻ 3 എണ്ണമാണ് ഒരുമിച്ചാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ 4ാമത്തെ നിൽക്കണം. തേങ്ങ ഇട്ട് ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് തേങ്ങ ഇട്ടിട്ട് വെക്കണം. 4ാമത്തെ റൗണ്ട് പൂർത്തിയായി. ഇനി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് ഓരോ സെറ്റായിട്ട് നമ്മൾ തട്ടിയിടുമ്പോൾ ഇളവി വരും. ഒന്നായിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. അതാകുമ്പോൾ ഗ്യാസ് ഒരുപാട് എരിയും. കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ ലാസ്റ്റ് വരുന്ന മാവ് എന്ത് ചെയ്യും? കളയൂല ഞാൻ. ഈ എണ്ണ പെരട്ടി കൊടുക്കണം അടിയിൽ. ഇതിങ്ങനെ വരുന്ന മാവിനെ ഞാൻ കളയൂല, ഇതിനെ വേസ്റ്റ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് കണ്ട ഇങ്ങനെ ഉരുട്ടി കഴിഞ്ഞ് ഇങ്ങനെ വയ്ക്കും. എന്നിട്ട് ഒരു ലേശം തേങ്ങ കണ്ട. ഇനി ഇത് കഴിഞ്ഞിട്ട് തേങ്ങ ഇതായിപ്പോയി. ഇനി ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. വെച്ച് ഇനി ലെയറായിട്ട് ഓരോ ഇതായിട്ട് ഇനി വരും നമ്മൾ വെന്ത് തട്ടിയിടുമ്പോൾ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വീശപ്പം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ, ഇഡ്ഡലി തട്ടിൽ വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ. വേണ്ട ഇങ്ങനെ ഉണ്ടാക്കാം. പിന്നെ അല്ലാതെ ഒരുമിച്ച് വേണമെങ്കിൽ ഒരു ലെയർ പിന്നെ ചുറ്റിച്ചതിന് ശേഷം വീണ്ടും അടുത്തത് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ തട്ടിയിട്ടിട്ട് ഓരോന്നായിട്ട് ഇനി എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഓരോന്നായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതാണ്ട് ബീഫ് കറിയാണ്. അപ്പം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് വീശപ്പം ഇതാണ് കേട്ടോ. വീശപ്പവും പിന്നെ ബീഫ് കറിയും കട്ടൻ ചായയും അല്ല പാൽ ചായ ഇട്ട് കുടിച്ച് കഴിഞ്ഞ്. അപ്പോൾ ഇനി കട്ടൻ ചായയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. കണ്ടല്ലോ. അപ്പോൾ അടുത്ത വീഡിയോ എല്ലാവർക്കും ടാറ്റ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.